ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണല്ലേ ഈ സറാറ മോഡൽ. അപ്പോൾ ഈ സറാറ മോഡൽ ഡ്രസ്സ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. പാൻറ്റാണ് കേട്ടോ ഞാൻ കാണിക്കണേ, ടോപ്പല്ല. പാൻറ്റിൻ്റെ ആ ഫ്രില്ല് വെച്ച ആ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്ത തുണി ഒരു ജോർജറ്റ് ഫാബ്രിക്കാണ്. അതായത് നമ്മൾ ഇപ്പോൾ ജോർജറ്റിൻ്റെ സാരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാരിയാണ് ഇതിലെടുത്തിക്കണേ. ആ സാരി നമുക്ക് നാലായിട്ടൊന്ന് മടക്കി വെക്കാം. രണ്ട് ഭാഗത്തേക്കും കിട്ടണമല്ലോ. നാലായിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 9ൻ്റെ ഇവിടെ ഒരു 2 ഇഞ്ചും കൂടി പോയിട്ട് ഞാനൊരു 11 ഇഞ്ച് കേട്ടോ മാർക്ക് ചെയ്യണേ. നീളമാണ് മാർക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു 2 ഇഞ്ചിൽ ഒന്ന് നമ്മൾ വിട്ട് എന്താണ് ഇത് കൊടുക്കണം. അതായത് ആ പട്ട വെക്കാൻ എലാസ്റ്റിക് വെക്കാനുള്ള അളവാണ് കേട്ടോ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കണം. അതിൻ്റെ താഴോട്ടാണ് നമ്മൾ ബാക്കിയുള്ള അളവ് എടുക്കേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ മുട്ട് വരെയുള്ള അളവാണ് ആദ്യം എടുക്കുന്നത്. നമുക്ക് മുട്ട് വരെയുള്ള എത്രയാണോ വേണ്ടത് ആ ലെങ്ത്ത് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ശേഷം പിന്നെ അടുത്തത് നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗമാണ്. ക്രോച്ചിൻ്റെ ഭാഗം മൂടിൻ്റെ ഭാഗം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗം എടുക്കുന്നതും സെയിം അളവാണ്. അതിൻ്റെ മൂന്നിലൊന്ന് 9 ആവുമ്പോൾ എനിക്ക് 9 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ 11 ഇഞ്ച്. കാരണം മുകളിൽ നമ്മൾ എന്താണ് ഈ ബെൽറ്റ് എലാസ്റ്റിക് വെക്കേണ്ട ഭാഗം 2 ഇഞ്ചില്ലേ. അപ്പോൾ അതും കൂടി 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ശേഷം ആ ക്രോച്ചിൻ്റെ അത് 2 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ ഒരു കേവ് വരച്ച ശേഷം താഴോട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ ഉണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അങ്ങോട്ട് നമ്മൾ ഫ്രിൽസാണ് മുട്ടിൻ്റെ താഴോട്ട് ഫ്രില്ലാണ് വെക്കാൻ പോണത്. അപ്പോഴല്ലേ സറാറ മോഡൽ പാൻ്റ് ആവുള്ളൂ. അപ്പോൾ ആ ഒരു അളവിൽ എടുത്ത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഈ ജോർജറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് ഇത് തെന്നിപ്പോവും. അതുകൊണ്ട് നമ്മൾ നല്ല പിന്നൊക്കെ കുത്തിയിട്ട് വേണം വെക്കാൻ കേട്ടോ. അതാണ് നമ്മൾ നോക്കിയും കട്ട് ചെയ്യണം. അല്ലെങ്കിൽ അളവ് കറക്റ്റ് ആവില്ല. ചെറുതും വലുതൊക്കെ ആയി ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് എന്താണ് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ മുട്ടിൻ്റെ താഴോട്ട് നമുക്ക് എത്ര വേണം. അത് ചിലവർക്ക് ഇങ്ങനെ നല്ല വിരിവിൽ, അതായത് അംബ്രല മോഡലോ അല്ലെങ്കിൽ നല്ല ഇറക്കത്തിൽ സ്കേർട്ടിൻ്റെ ആ ഒരു ടൈപ്പൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് അടുത്തത് എന്താണ് താഴോട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. താഴോട്ടുള്ളത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ അത് വേറുള്ള ആ ഭാഗം കട്ട് ചെയ്തില്ലേ, അവിടുന്ന് എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ ഡബിൾ എടുക്കണം കേട്ടോ. കാരണം ഫ്രിൽസ് വെച്ച് കൊടുക്കേണ്ട കാരണം കൊണ്ട് ആ ലെങ്ത്തിൻ്റെ ഡബിൾ എടുത്തിട്ട് വേണം നമ്മൾ ഫ്രിൽസ് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കുക. ഫ്രിൽസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേണമെന്ന്. എന്നിട്ട് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫ്രിൽസ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഈ 2 ഭാഗവും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻറ്റിൻ്റെ 2 സൈഡും ആണ് കേട്ടോ ഫ്രിൽസ് ഇട്ട് എടുത്ത്. കണ്ടോ, കറക്റ്റ് നല്ല വിരിവിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കറക്റ്റ് 2 ഫ്രിൽസ് ഇട്ട് എടുത്ത ശേഷം നമുക്ക് ആ 2 പാൻറ്റും കൂടി ഒരു സൈഡ് ആ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ ഒരു സൈഡ് മാത്രം ചെയ്യണുള്ളൂ. എന്നിട്ട് പട്ട വെച്ചിട്ട് വേണം അടുത്ത സൈഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഒരു സൈഡ് അങ്ങോട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാൻ ഈ ബിഗിനേഴ്സിന് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. ഈ ബിഗിനേഴ്സായ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. സിമ്പിളാണ് കേട്ടോ. നമുക്ക് മെഷർമെൻറ്റും കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാണ്. അത്യാവശ്യം തയ്ക്കാനും അറിഞ്ഞാൽ മതി കേട്ടോ. കണ്ടോ, ഒരു സൈഡ് മാത്രം ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പട്ട വെക്കാനുള്ള ഭാഗമില്ലേ, ആ പട്ട വെക്കാനുള്ള ഭാഗമാണ് സെറ്റാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പട്ടൻ്റെ അളവ് എടുക്കുക. നമുക്ക് എത്ര വേണം. അപ്പോൾ ഞാനൊരു 45 ഇഞ്ച് ആ ഒരു അളവിലാണ് കേട്ടോ എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്ക് എനിക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പീസാക്കി കിട്ടിയത്. അപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് എടുക്കേണ്ടത്. അതിനുശേഷം അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഒരു സൈഡ് മടക്കിയെടുക്കുക. 2 സൈഡും ഒരു സൈഡ് എനിക്ക് മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല. സാരി ആയതുകൊണ്ട് അതിൻ്റെ കരഭാഗം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി അതങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമാണ് മടക്കി തയ്ച്ചിരിക്കുന്നത്. അത് തയ്ച്ച ശേഷം അതിൽ നമ്മൾ ഇത് കണ്ടോ, ഇതിൻ്റെ പട്ട വെച്ച് കൊടുക്കണം. ഇത് വയ്ക്കുമ്പോൾ ഫസ്റ്റ് പാൻറ്റിൻ്റെ ചീത്ത വശവും ആ പട്ടയുടെ നല്ല വശം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് അപ്പുറത്ത് തിരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക.
ഇത് കണ്ടോ, ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, മനസ്സിലാവുമായിരിക്കും. അതുപോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് അതങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് അളവ് നോക്കിയിട്ട് നമുക്ക് എത്ര വേണം നോക്കിയാണ് അപ്പുറത്ത് തിരിച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആ 1 ഇഞ്ചിൻ്റെ അളവിൽ നമുക്കൊന്ന് അതും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം അപ്പുറത്തെ ആ ക്രോച്ചിൻ്റെ ഭാഗം കൂടി ജോയിൻ ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്ത് നെക്സ്റ്റ് ആ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്കേർട്ട് പോലെ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ പാൻറ് ആക്കണം. പാൻറ് ആക്കുമ്പം 2 സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത്, ഇപ്പോൾ എലാസ്റ്റിക് കണ്ടോ 1 ഇഞ്ചിൻ്റെയാണ്. നമുക്കിപ്പോൾ ആ പട്ട എത്രയാണോ അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ എലാസ്റ്റിക് എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ 45 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു 42 43 ആ ഒരു അളവിൽ എലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ. എലാസ്റ്റിക് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതാണ് എലാസ്റ്റിക് കറക്റ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റണം. ഞാനിത് കാണിക്കുന്നത് എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ വീഡിയോ കുറച്ച് ലെങ്ത്തായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ, അതൊന്നുമല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലൂടെ തയ്ക്കുമ്പോൾ കുറച്ച് സൈഡ് കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. ജോയിൻ ചെയ്യരുത്, കാരണം നമുക്ക് എലാസ്റ്റിക് കടത്തി വിടാനുള്ള ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ആ ഭാഗം തയ്ച്ച് കൂട്ടരുത് കേട്ടോ. എലാസ്റ്റിക് ഇട്ടതിന് ശേഷം വേണം തയ്ക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ എലാസ്റ്റിക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എലാസ്റ്റിക് സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇടണത്. ചിലവർ ഓരോ രീതിയിലാണ് ഇടണത്. ഞാനിവിടെ സേഫ്റ്റി പിന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എലാസ്റ്റിക് ഇടാൻ വേണ്ടി. എലാസ്റ്റിക് നമ്മളിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്കിത് പാൻറ്റാണല്ലോ, പാൻറ്റ് പോലെ ആക്കണ്ടേ. പാൻറ്റ് പോലെ ആക്കുമ്പോൾ ക്രോച്ചിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടുക. 2 അറ്റത്തെയും ക്രോച്ചിൻ്റെ ഭാഗം കണ്ടോ ഒരുമിച്ച് കൂട്ടിയിട്ട് അതങ്ങോട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് പാൻറ്റായി കിട്ടും. അടിയിൽ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യണില്ല, കാരണം ഓൾറെഡി ഓരോ ഡിസൈൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതുണ്ട് സാരമില്ല. അപ്പോൾ ഞാനതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ.